സാംസങ്ങിൻ്റെ സാംസങ് F22 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F22 എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ സാധ്യത, ഏത് പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആദ്യം നമ്മൾ സ്പെസിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ പല സ്പെസിഫിക്കേഷൻ ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ ഈ ഫോണിൻ്റെ ടീസർ പേജൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഈ ഫോണിൻ്റെ പല സ്പെസിഫിക്കേഷനും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പല സ്പെസിഫിക്കേഷനും കൺഫേംഡ് ആണ്. ഈ ഫോണിൽ 6.4 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുള്ളൂ. പക്ഷേ എടുത്തു വരേണ്ട മറ്റു കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരും. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ കൺഫേംഡ് ആണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരുന്നതായിരിക്കും. കമ്പനി ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ എന്ന പേരിൽ വിളിക്കുന്ന നോച്ചായിരിക്കും ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വരിക. ആ ഒരു കാര്യവും കൺഫേംഡ് ആണ്. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വരാനാണ് സാധ്യത. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂളായിരിക്കും വരിക. ആ ഒരു കാര്യവും കൺഫേംഡ് ആണ്. ഫ്ലിപ്കാർട്ടിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ് ഇപ്പോൾ ടീസ് ചെയ്തിരിക്കുന്നത്. വേറെ ഏതൊക്കെ കളർ വേരിയൻസ് വരുമെന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോൺ മുമ്പ് ഗേക്ക് ബെൻസൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൽ സാംസങ് A22 എന്ന ഫോണിലൊക്കെ വരുന്ന അതേ ഒരു പ്രോസസ്സർ തന്നെയായിരിക്കും വരിക. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള സാംസങ് M32 എന്ന ഫോണിലും ഇതേ ഒരു പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ആ ഒരു കാര്യം കൺഫേംഡ് ആണ്. അതുപോലെ തന്നെ കൺഫേംഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇതിൽ 48 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക എന്നുള്ള കാര്യം. പിന്നെ സാംസങ് A22 എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും സാംസങ് F22 എന്ന ഫോൺ. പിന്നെ സാംസങ് A22 എന്ന ഫോണിൽ മെയിൻ ക്യാമറ സെൻസറിൽ OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ ആ ഒരു OIS എന്നുള്ള ഫീച്ചർ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊന്നും കൺഫേംഡ് അല്ല. ചിലപ്പം ഈ ഒരു ഫോണിൽ ആ ഒരു കാര്യം മിസ്സിങ് ആയേക്കാം. പിന്നെ ഈ ഫോണിൽ 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. 2 MP മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 MP ഡെപ്ത് സെൻസറും വരും. ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 6000 mAh ബാറ്ററി ആയിരിക്കും വരിക. ആ ഒരു കാര്യം കൺഫേംഡ് ആണ്. അത് ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാംസങ് A22 കാര്യം പറയുകയാണെങ്കിൽ അതിൽ 5000 mAh ബാറ്ററിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ മിക്കവാറും ഈ ഫോണിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജൂലൈ 6 ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ന്യൂസുകളും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സാംസങ് F22 എന്ന ഫോൺ A22 എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും എന്നുള്ള കാര്യം. സാംസങ് A22 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരുന്നത് 18,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ അതൊരു ഓഫ്ലൈൻ ഫോണാണ്. അതുകൊണ്ട് തന്നെ വില കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, സാംസങ് M32 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ. അത് ഒരു ഓൺലൈൻ ഫോണാണ്. ഈ ഒരു F22 എന്ന ഫോണും ഓൺലൈൻ ഫോൺ തന്നെയാണ്. പിന്നെ സാംസങ് M32 എന്ന ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ F22ൻ്റെ സ്പെസിഫിക്കേഷൻ അതിലും താഴെയായിരിക്കും വരിക. ഇപ്പോൾ സാംസങ് M32ൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫുൾ HD റെസൊല്യൂഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ക്യാമറ സെൻസർ വരുന്നത് 64 MP പിന്നെ 20 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വില M32 എന്ന ഫോണിനേക്കാളും കുറവായിരിക്കാനാണ് സാധ്യത. അതായത് 15,000 രൂപയ്ക്ക് താഴെ വരാനാണ് ചാൻസ്. ചിലപ്പം ഈ ഒരു ഫോണ് 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്തേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.